കണ്ണടച്ച് തുറക്കും മുൻപേ ലോകം മറ്റൊരു പ്രതിസന്ധിയുടെ വക്കിലേക്ക് നീങ്ങുകയാണ്. അതെ, എണ്ണവില കുതിച്ചുയരുമോ? കപ്പൽ ഗതാഗതം സ്തംഭിക്കുമോ എന്ന ആശങ്കയിൽ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. എല്ലാം ഒരു കൊച്ചു കടലിടുക്കിന്റെ പേരിൽ. ബാബ് അൽ മന്ദബ്. ഹോർമോസ് കടലിടുക്കിൽ പതിയിരിക്കുന്ന സംഘർഷങ്ങൾ ഒരു വശത്ത് നീറിക്കത്തുമ്പോൾ ഇറാൻ ഇപ്പോൾ കണ്ണുവെച്ചിരിക്കുന്നത് മറ്റൊരു കടൽ പാതയിലേക്കാണ്. ഈ മരണത്തിന്റെ കവാടം എന്ന് വിളിപ്പേരുള്ള ബാബ് അൽ മന്ദബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഇറാന്റെ സൂചന ലോകത്തിന്റെ നെഞ്ചിടിപ്പ് തന്നെ കൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഈ ബാബ് അൽ മന്ദബ്? ചെങ്കടലിനെ ഏദൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക കടൽപാതയാണിത്. ലോകത്തിന്റെ ഇന്ധന വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഒന്ന്. ഈ പാതയുടെ ഒരു വശത്താണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. ഖതയിലെ വില്ലൻ പരിവേഷമുള്ള ഹൂത്തി വിമതരുടെ തട്ടകം. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഈ ഹൂത്തി വിമതർ ബാബ് അൽ മന്ദബ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് മുൻപും ഭീഷണി മുഴക്കിയിരുന്നു. വെറും ഭീഷണി മാത്രമല്ലായിരുന്നു അത്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകം ഞെട്ടലോടെ കണ്ട ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. മിസൈലുകളും ഡ്രോണുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകളുമായി ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾ. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷം മാർച്ച് 28 പോലും ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്ത് തങ്ങളുടെ ശക്തിയും വെല്ലുവിളിയും അവർ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ഇപ്പോൾ ഇറാൻ നേരിട്ട് ബാബ് അൽ മന്ദബ് നിയന്ത്രിക്കാൻ പോകുന്നു എന്ന സൂചന നൽകിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ലോകം മറ്റൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. ഇന്ധന വിതരണം പൂർണ്ണമായും നിലച്ച് നമ്മുടെ ദൈനംദിന ജീവിതം താളം തെറ്റുമോ എന്ന ഭയം. ഒരു ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ തന്നെ ലോകത്തെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. അതിനൊപ്പം ബാബ് അൽ മന്ദബ് കൂടി അടഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയൊരു ദുരന്തമാകും അത് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഭാഗ്യവശാൽ നിലവിൽ ഹൂത്തി വിമതർ ഈ കടൽപാത പൂർണ്ണമായും ഉപരോധിച്ചിട്ടില്ല. എന്നാൽ ആ ഭീഷണി അന്തരീക്ഷത്തിൽ ഒരു കറുത്ത മേഘം പോലെ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ കടലിടുക്കിലെ അടുത്ത നീക്കം എന്തായിരിക്കും? ലോകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒരു വഴിത്തിരിവിലേക്കാണോ നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ കടൽക്കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഈ യുദ്ധം തീരുന്ന മട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകളിൽ പറയുന്നത്. ഒരു തരത്തിലും ചർച്ച എവിടെയും എത്തിച്ചേരുന്നില്ല. മുന്നോട്ട് തന്നെ പോകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ പറഞ്ഞാലും അമേരിക്ക പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുസരിക്കാനോ അംഗീകരിക്കാനോ കരാറിൽ ഒപ്പിടാനോ ഇറാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടു വശത്തുനിന്നും യുദ്ധം നീണ്ടു തന്നെ പോകുന്നത്.